ഞാൻ പറഞ്ഞ സാബുവിന്റെ തങ്കന്റെ അതുപോലത്തെ ഡയലോഗ് ഞാൻ ചൊല്ലിയത്. നമ്മുടെ അച്ചുചേട്ടന്റെ വീട് എത്തിയിരിക്കുകയാണ്. നീ എങ്ങോട്ടേ പോണ പൊട്ട വീട് ആ വണ്ടി പോട്ടെ. നീ എന്നാ പൊട്ടനാടാ? ആ വണ്ടിക്കാരൻ പേടിച്ചു കിച്ചുന് മനസ്സിലായി കൈ. സോറി സോറി, അതൊരു സബ്സ്ക്രൈബേഴ്സ് നമ്മള് ചക്കിപ്പാറയ്ക്ക് പോണ വഴിയാ. കണ്ട് കൈ പൊക്കി കാണിച്ചിട്ട് പോയതാ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ഫുൾ വ്ലോഗ്. ഹായ്, ഹാപ്പി വിഷു. ഇതെന്നത്? ഹാപ്പി വിഷു. വലിയ ഹാപ്പി വിഷു. പെണ്ണെന്തേ ഉറങ്ങാണോ? സോ ഹേ മേറ്റ്സ്, നൗലൻ ഹിയർ. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വിഷു. ഞങ്ങളാണെങ്കിൽ ഇതേ നമ്മുടെ നന്ദുചേട്ടനൊക്കെ എടുത്തിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പുചേട്ടയുടെയും ഒക്കെ പുല്ലുവഴിയും നമ്മുടെ മുളങ്കുഴിയും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അതെ, എല്ലാവരും സെറ്റായി. ഉണ്ണിക്കുട്ടനാണ് കേട്ടോ വണ്ടി പുറത്തിറക്കി പാർക്ക് ചെയ്തേക്കുന്നത്. ഗൈസ്, നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. 18 വയസ്സായതിൻ്റെ. ഓക്കെ, തിരിച്ചോ. പോട്ടെ പോട്ടെ പോട്ടെ, മെല്ലെ പോട്ടെ. പോട്ടറാ, പൊക്കോട്ടെ പൊക്കോട്ടെ, ഫുള്ള് തിരിച്ചോ. ഓക്കെ, വിട്ടോ വിട്ടോ, പയ്യെ പയ്യെ പോട്ടെ. ഫുള്ള് തിരിച്ചു വെച്ചേക്കല്ലേ. പോട്ടെ 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 പോട്ടെ, പയ്യെ പോട്ടെ പോട്ടെ പോട്ടെ. അങ്ങനെ നോക്ക, കണ്ണാടി നോക്കടാ. ആ മതി 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 മതി, ഇനി തിരിച്ചടിച്ചോ. അച്ചായി അമ്മ ആദ്യമായിട്ടാണ് കൈസ് ഉണ്ണിയുടെ ഡ്രൈവിംഗ് കാണുന്നത്. ഉണ്ണിയാ ഓടിക്കണേ. മതിന്ന് മതിന്ന് പറ. ഹാൻഡ് ബ്രേക്ക് അല്ല, ബ്രേക്ക് പിടിച്ചു. എന്റെ ക്ലച്ചിൽ നിന്ന് പയ്യെ വിട്ടിട്ട് ബ്രേക്ക് വിടാത്തതാ പുള്ളി. സച്ചായി. ആ കാല് പൊള്ളിരിക്കാം, മുണ്ട് മടക്കി വെക്കാം. ഉണ്ണിക്കുട്ടി അമ്മ എന്തേ അച്ചായി ഫ്രണ്ട് ഇരിക്കല്ലേ? ലുക്കിംഗ് സോ ഗുഡ്. അടേ എന്റെ ഫോൺ എന്താടാ അറിയില്ല. അപ്പൊ നമുക്ക് ക്യാമറ ഇനി ഉണ്ണിയുടെ കൈമാറാം. ഡിക്കിയോ കെട്ടെടുത്ത് അങ്ങോട്ട് വെക്കാം. കൊച്ചിന്റെ മടുത്തു അല്ലെങ്കിൽ സ്ഥലമുണ്ടല്ലോ. ഡിക്കിയോ അമ്മ ഈ കെട്ടെന്ന് പുറകോട്ട് വെച്ചോളെ. അത് പോസ് ചെയ്യണോ? അയ്യോ ഒരു മിനിറ്റ്. അയ്യോ എന്നാക്കിയാണ് ഡിക്കിയിൽ വെച്ചോ. എന്റെ ഫോൺ ചാർജ് വെക്കാനാണോ? ഞാൻ വെച്ചപ്പോ ഇപ്പറ കൈ കൊണ്ട് അപ്പുറം കൈ കൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഗൈസ്, നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ മാറ്റുഴ വീട്ടിലേക്കാണ്. വെല്ലിയാന്റിയും നമ്മുടെ സേവിച്ചേട്ടായിയും അഞ്ചു ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ ആദ്യം മാറ്റുഴ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലങ്ങളിലായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ നമ്മുടെ കഥ. ഞങ്ങളിപ്പോ കാഞ്ഞിരപ്പറ്റ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടുന്ന് ഈ ഗൈസ് എന്നോട് ചോദിച്ചുട്ടോ മെയ്റ്റ്സ് എന്താണെന്നുള്ള കാര്യം. മെയ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൈസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ കൂട്ടുകാരെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് കേട്ടോ മെയ്റ്റ്സ്. മെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ തൊടുപുഴ. നമ്മുടെ തൊഴിലെ കടയിൽ കയറുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ. മഹാറാണി അകത്ത് കയറുന്നുണ്ടോ? ഹൈറേഞ്ചിന്റെ ഇടയ്ക്കോടുള്ള വഴിയില്ലടാ. ആ മനസ്സിലായി മനസ്സിലായി. മഹാറാണി കയറി. ഇതാണ് നമ്മുടെ തൊടുപുഴ പാലം. മൂപ്പിൽക്കടവ് പാലം. മഹാറാണി കയറി വിഷ്കോടി മേടിക്കണോ? മൂന്നാമത്തെ പാലോട്ട്. അതെ, മൂന്നാമത്തെ പാലം. വിഷ്കോടി മേടിക്കണോ? അച്ഛാ മഹാറാണി വിഷ്കോടി 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 വിഷ്കോടിയേ അല്ല, ആരെയാ വർത്താനം പറഞ്ഞെന്ന് മനസ്സിലാവില്ലല്ലോ. വിഷുക്കോടി മേടിക്കണ്ടോന്ന്. വിഷുക്കോടി ഒന്നും വേണ്ട, ഓണക്കോടി. നേരെ പോകുന്നു. അയ്യോ, എന്റെ കണ്ണാടി ഇന്ന് ലെൻസ് കാർട്ട് കൊണ്ടുവരുമല്ലോ കൈ. ആ വെറുതെ അല്ല ഇവന് ഇവിടെ നിക്കണ കേട്ടോ.
നമ്മള് ഈ വണ്ടിയിലെ യാത്രക്കാരാട്ടോ. അതാ ഞാൻ പറഞ്ഞു. അത് മിണ്ടിയാലേ അങ്ങോട്ടേക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അവര് രണ്ടു മൂന്നോട്ടം വിട്ടു. കാട്ടിത്തരാന്ന് പിടിച്ചിട്ടുണ്ട് നിങ്ങളെ. കിച്ചു മീൻ മേടിച്ച കടയല്ലേ. നമ്മുടെ മേടിച്ച കട കഴിഞ്ഞു പോയി. നൃത്താഞ്ജലിയുടെ ബോർഡ് കാണാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. ഇവിടുന്ന് നൃത്താഞ്ജലിയുടെ കോഡ് കാണുക എന്ന് പറയുന്നത് ആ കയറ്റം കയറി നമ്മുടെ റൊമാൻസിന്റെ അവിടുന്ന് ചെല്ലുമ്പോ ആദ്യം കാണുന്ന ബോർഡ് ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുമ്പോ ആളുകൾ ആദ്യം കാണുന്ന നൃത്താഞ്ജലി അതേ കാണുന്നല്ലോ. ആ കാണുന്നുണ്ട് അങ്ങ് സിനിമാറ്റിക്കലായോണ്ട് സൂം ചെയ്യാൻ പറ്റില്ല. ചുമന്ന് അമ്മയ്ക്കാ ചുമന്ന് നടത്തേ ഒരു 10 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്കതാവും. അമ്മയ്ക്ക് ഒരു വാച്ച് മേടിച്ചല്ല. അത് സ്വർണ്ണമല്ലല്ലോ, സ്വർണ്ണം അല്ലാത്തോണ്ട് കൈ ചൊറിയുന്നു. ആണോ? സ്വർണം മേടിച്ചല്ലോ. എന്നാ വാച്ച് എടുത്ത് ഊരി വെക്കുക. അതിപ്പോ കെട്ടിയത് കൊറേ നാള് ഒരു കഴിഞ്ഞില്ല. 10 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയ്ക്ക് സ്വർണ്ണ വാച്ചും ആ സ്വർണ്ണ 10 വാച്ചിന്റെ വർഷം കഴിയുമ്പോഴോ 10 വർഷത്തിനുള്ളില് ആ ഉള്ളി. അതിന്റെ ഡയലിന്റെ അകത്ത് ഓരോ ഡയലിലും ഓരോ നമ്പർ എഴുതിയേക്കണതിന്റെ അകത്ത് ഓരോ ഡയമണ്ടും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. സെറ്റായിരിക്കും. നോക്കാം നമുക്ക്. അടുത്ത ദിവസത്തെ സ്വപ്നം അതാക്കാം. അതെ, ഉറക്കത്തിന് അല്ലേ? ഇവിടെ സ്വപ്നം കാണുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ. ഉറക്കപ്പിച്ച് പറയണെന്ന് ഓർത്ത്. ഉറക്കപ്പിച്ച അത് 4 മണിക്ക് എണീറ്റിരുന്ന് നേരെ വീഡിയോ എടുത്തത് ശരിക്കും ഉറക്കത്തിൽ നിന്ന് എഴുതാതെ. മമ്മൂട്ടി എന്നോട് മോഹൻലാലും മമ്മൂട്ടിയും ജയറാമേട്ടനും ഒക്കെ കിച്ചുവിന്റെ അപ്പുറം ഇപ്പുറം ഉണ്ടെന്ന്. അല്ലേ മമ്മൂക്ക എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം കിടന്ന് ഉറക്കല്ലേ. വീഡിയോ എടുത്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ആവണം. അപ്പോഴാണ് പെട്ടെന്ന് എണീക്കണേ. ലെഫ്റ്റ് ആട്ടോ കിച്ചു. ഓക്കെ, നമ്മളെന്നാ തെരേസി കയറുന്നുണ്ടോ? ഇല്ല, തെരേസയുടെ ഫ്രണ്ടിൽ കൂടെ പോണേന്നുള്ളൂ. അമ്മച്ചി വണ്ടി ഓടിക്കണ്ടോ? നിന്നെ ഓടിക്കാൻ വേണ്ടിട്ട് നടന്നില്ല. അമ്മച്ചീനെ ലൈസൻസ് ഉണ്ട്, അതുകൊണ്ട് ചെന്ന് എവിടെയെങ്കിലും കയറിയാലും കുഴപ്പമില്ല, അത്ര സമാധാനം. അപ്പൊ ചത്താനെ അച്ഛനെ കാട്ടാൻ മതി. അവിടെ നീ കാട്ടിയില്ല. അത് പതിയൊക്കെ ഓടിക്കുമല്ലോ ചുട്ടിയെ. ചിറ്റ നന്നായിട്ട് ഓടിക്കും. ചിറ്റ അതെന്നറിയാമോ, ഇപ്പൊ ഡ്രൈവിങ്ങിന് നല്ല പിടുത്തത്തിൽ നന്നായി പഠിപ്പിച്ചാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര പാടല്ലേ. നമ്മുടെ തൊടുപുഴയിലെ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് ഇതാണ് ലാലാലാൻഡ്. ഇവിടെ കയറി ഒരു കേക്ക് കഴിക്കായിരുന്നു. പക്ഷെ കട കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. കേക്ക് വെച്ചിട്ട് പോയാലോ? സൂപ്പറാ. തെരേസയിലെ വേഷമാണ്. അതെ 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 അതെ. തെരേസയൊക്കെ നോക്കണമായിരിക്കും. തെരേസയാണോ നമ്മുടെ ഡ്രസ് കഴിക്കണേ? അമ്മയുടെ അമ്മ കഴിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ തെരേസ വെറുതെ പോയത്. അതിനാ ഭയങ്കര താമസമാണ് ഇവിടെ. അവളി കിടന്നില്ല. ഇത് ഏത് റോഡാണെന്നറിയോ ഉണ്ണി? ഇല്ല. രാമമംഗലം തൊടുപുഴ റോഡാണ്. രാമമംഗലം ഞങ്ങളുടെ ഇതിൽ കൂടെ പോണ്ടെന്ന് പറഞ്ഞു കൊടുക്കട്ടോ. നേരെ പൊക്കോട്ടെ. ഇതൊഴി പോവാനാ? അരിക്കുഴ വഴി പോകണോ? ആ, എന്നാ പിന്നെ ഇതൊഴി വരെ പോയാലോ? അതിന് അല്ല അതുവഴിയല്ല, അപ്പുറത്തെ സ്കൂളിന്റെ സൈഡിൽ. യഥാർത്ഥ വഴി ഇതാണ്. രാമമംഗലം തൊടുപുഴ റോഡ് യഥാർത്ഥത്തിൽ ഇതാണ്. മറ്റേ മണക്കാട് റോഡ്. സ്കൂളിന്റെ സൈഡ് വഴി പോകാനാണോ? ആ, മണക്കാട് സ്കൂളിലെ ഇത് ഡാൻസ് സ്കൂൾ ഉണ്ടോ ഉണ്ണി? ഏതാ? ചിദംബരം. ഇത് പടപ്പച്ചാണ്. ചിദംബരം. ഇത് ഡാൻസ് സ്കൂളായിരുന്നു. ഇത് താഴെ അത് അറേഞ്ച് ചെയ്തെന്നാണ്. നമുക്കേ ഇവിടെ സംഗീത സ്കൂളുണ്ട്. മറ്റേ ആ ചേട്ടായുടെ കൈലാസ് ചേട്ടായുടെ എന്നൊന്നില്ല പാടാൻ വന്നില്ല സ്വാഗതം. അവന്റെ ഇവിടെ ഈ ബിൽഡിംഗിൽ എവിടെ കണ്ട അവന്റെ അനന്തകൃഷ്ണ നമുക്കേ ഫോണിൽ ഇവിടെ നേരെ ക്രോസ് ചെയ്ത് പോകണം കേട്ടോ കിച്ചുട്ടി. ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഞാൻ പറഞ്ഞു ഇത്രയൊന്നും വണ്ടി പാഞ്ഞു വരും. ഞാൻ പറഞ്ഞു കൊടുത്തോളാം വഴി. ബൈപ്പാസ് ആയതുകൊണ്ട് ഇതുവഴിയോ? നീ മണക്കാട് സ്കൂൾ നേരെ മണക്കാട് സ്കൂളിന്റെ സൈഡിൽ കൂടെ വെച്ചെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വണ്ടിയിൽ നമുക്ക് വരണ്ടേ? ആ വണ്ടി വേണ്ട, നമുക്ക് ബെൻസിൽ വന്നാൽ മതി. ബെൻസ് അടുത്ത സ്വപ്നം അത്. സ്വപ്ന എന്ന് പറഞ്ഞിട്ടേ അമ്മ ഹൈറ്റ് ഇതുപോലെ തന്നെ ഇതേ സീറ്റിലിരുന്ന് നീ ഇതുപോലെ വീഡിയോ എടുക്കും. ഇങ്ങനെ ഇവിടെ ബെൻസിന്റെ എംബ്ലാവുമ്പോ വേണ്ട. അപ്പൊ ഞാൻ വീഡിയോ എടുക്കൂല. അതിന്റെ വേറെ ശരി ആളെ നിർത്തും. അവിടുത്തെ റൈറ്റ് ആട്ടറാ. നമുക്കറിയാടാവേ. അതൊക്കെ പോണം. ഈ വഴിയൊക്കെ ഇടവഴി ആയതുകൊണ്ട് നിനക്കറിയാവോ? ഈ റൂട്ടാട്ടോ ഞാൻ ഡ്രൈവിംഗ് ഓടിച്ച റൂട്ട്. ഞങ്ങളുടെ അതല്ല. ഇവിടെ ഒന്ന് പോയത്. ചേട്ടായിക്ക് അറിയാലോ അല്ലേ? ഇനി പറഞ്ഞു തരണ്ടല്ലോ. വേണ്ട, ആ പാലം കടന്നുപോയ പാലം ഇറക്കുമ്പോഴേ പാലം ബൈപ്പാസിന് വേണ്ടി കടന്നുപോയി. ഇനി അതെ ഇതാണ് പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ അച്ഛമ്മയുടെ നാടാണ് കുന്നത്തുപാറ. അമ്മ വീട് നെത്തുപാറ. അങ്ങോട്ട് പോകണം മണക്കാട് കഴിയുമ്പോഴേ. നല്ല അടിപൊളി ഗ്രാമീണ പ്രദേശമാണ്. നമ്മുടെ വീട്ട് അതാകെ ഇച്ചിരി ഇതെടുത്തു. പക്ഷെ നല്ല ഭംഗിയില്ലേ അത് കാണാൻ വേണ്ടി? രണ്ട് സൈഡ് ഇവിടെ ഉണ്ട്, അവിടെ അടിപൊളിയല്ലേ? അതുപോലെയായിരുന്നു ഉത്രാളിക്കാവ് അല്ലേ?
ഉത്രാളിക്കാവ് നമ്മൾ ചെന്നപ്പോ അവിടെ ഈ നെല്ലൊന്നും വിതച്ചിട്ടില്ലായിരുന്ന ടൈം ആയതുകൊണ്ട് ഒരു ഇത്തിരി ഇതുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് ഉണ്ടായിരുന്ന ടൈം ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കാണാൻ. കുറെ വിഷ്വൽസും വീഡിയോസ് ഒക്കെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. വാഴേനെ എത്ര നേരം കാട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് അയ്യോ കഴിഞ്ഞ ദിവസത്തേക്ക് ഉണ്ടല്ലോ മണക്കാട് സ്കൂള് 1 മണിക്കൂർ ഇരുന്ന് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ആ വീഡിയോക്കകത്ത് ഏതൊക്കെ വേണ്ടെന്നുള്ള ഇതുവഴി പോയാ പോരെ. കിച്ചൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. ആ വെറുതെ അല്ല ഞാനോർത്തു എന്റെ പൊന്നടാവേ. അപ്പൊ ഇത്ര നേരത്തെ വീഡിയോയുടെ ഫ്രണ്ട് വിഷ്വൽ കാട്ടാൻ കൊള്ളില്ല എന്നാണ് നീ പറഞ്ഞത്. അതൊന്നല്ല. ഓ അച്ഛൻ ഇങ്ങനെ ചരിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ മിക്കപ്പോഴും വരുന്ന വഴിയായിരുന്നു. ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഇവിടെ അരിക്കുഴ സ്കൂളിലാണ് പഠിച്ചോണ്ടിരുന്നത്. ഇവിടെ നേരത്തെ ബസ് നമ്മുടെ അച്ഛമ്മയുടെ വീടാണെന്നും കൂടെ പ്രധാനമുള്ള കാര്യമാണ്. അച്ഛമ്മയുടെ അമ്മ വീടാണ്, അച്ഛമ്മയുടെ വീടാണ് ഇത്, ഈ കുന്നത്തുപാറ എന്ന് പറയുന്നത്. ഇതുവരെ നേരത്തെ ഒത്തിരി ബസ്സൊന്നും ഇല്ലായിരുന്നു. അത് മാത്രമല്ല അച്ഛമ്മയുടെ വീട്ടുപേരാണ് ഈ കുന്നത്തുപാറ എന്ന് പറയുന്ന സ്ഥലപ്പേരും. കുന്നത്തുപാറ KP സുധനും KP അപ്പുക്കുട്ടനും കുന്നത്തുപാറ വീട്ടുപേര്. കുന്നത്തുപാറന്ന് വീട്ടുപേരാണ്. അപ്പൊ നമ്മുടെ വീട്ടുപേരിലാണ് ഈ സ്ഥലം അറിയാൻ. പവർഫുൾ പീപ്പിൾസ് മേക്ക് പ്ലേസസ് പവർഫുൾ. ഈ അടുത്ത സ്ഥലത്ത് നരസിംഹസ്വാമിയുടെ ഒരു ക്ഷേത്രമുള്ളൂ. ഇതില് കയറുമ്പോ അമ്മ വീട്. അച്ഛയുടെ അമ്മ വീട്. അപ്പൊ ഏതായാലും പുറത്തിറങ്ങിയിട്ടോ. അജിക്കുട്ടനെ ഇന്ന് ഫേസ്ബുക്കില് ഇവര് പായസ കച്ചവടം നടത്തണമെന്ന കാര്യം പറഞ്ഞായിരുന്നു. 250 രൂപയാണ് പറഞ്ഞത്. നമ്മള് അത്ര ദൂരെ നിന്ന് വന്നതുകൊണ്ട് ചിലപ്പോ അജിക്കുട്ടനോട് മേടിക്കാം. അപ്പൊ ഉണ്ണി അച്ചായും കൂടി ഇറങ്ങിക്കോ. ഉണ്ണി അച്ചായും കൂടി ഇറങ്ങിക്കോ. അതല്ലേ അവനല്ലേ എപ്പോഴും നോക്കി തുറക്കൂ. എല്ലാം കൂടി ഞാൻ എങ്ങനെ അപ്പൊ അതെടുത്ത് എത്തിച്ചപ്പോഴേക്കും വീട്ടിലൊന്ന് പോയേക്കാൻ എല്ലാരും അവിടെ. അപ്പൊ എവിടെയാന്ന് ഈ പായസം നമ്മളെ അറിയുന്നില്ല. എവിടെയാന്ന് ഏതാ പാലട മേടിക്കണോ? പാലട ഇത് മതി എനിക്ക്. ഇതെന്നാ അജിക്കുട്ട? അടപ്രഥമം മേടിച്ചു. പാലടയും കൂടെ വേണോ? ഇത് വേണോ? പാലടയും കൂടെ വേണോ? ഗോതമ്പെടുത്താ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. പിന്നെ പോടാന്ന്. അതെ ഗൈസ്, അങ്ങനെ നമ്മളാണെങ്കിൽ കുറച്ച് പായസമൊക്കെ നമ്മുടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ മേടിച്ചു. ഇനി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ്. പിന്നെ ഇപ്പൊ അമ്മ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ഫുൾ വ്ലോഗിൽ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമാണ് ഈ കാണുന്നത്. അത് ഞാൻ ഓർത്തില്ല. ഞാനാണെങ്കിൽ ഏതായാലും വിഷ്വൽ എടുക്കുമല്ലേ നല്ലൊരു വീഡിയോ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഈ കോസ്റ്റ്യൂം ഇട്ടതാ. അപ്പൊ എങ്ങനെയായി? അച്ഛനെയും കാണാനാണേലും അമ്മേനെ ആണേലും നല്ല ഭംഗിയുണ്ട് കാണാൻ.
കഴിച്ചിട്ടാണ് മേടിച്ച വഴിക്ക് കഴിക്കാനാണ് ഗൈസ്. പുള്ളിക്ക് ചിപ്സ് കഴിക്കാനാണ്. കൊണ്ടുപോയില്ലായിരുന്നോ? പായസം ഇവിടുന്ന് കുടിക്കണോ? എങ്ങനെ കുടിക്കും? ഗ്ലാസ്സിലല്ലോ. അമ്മ അപ്പൊ എനിക്ക് എങ്ങനെ കുടിക്കും? അത് അവരുടെ ഗ്ലാസ് അവരുടെ ചിലപ്പോ ഡിസ്പോസിബിൾ ഗ്ലാസ് അവിടെ എങ്ങനെ കാണാതിരിക്കും. ഇല്ല, ഇങ്ങനെ കുടിക്കാം. ഇവിടെ നിന്ന് കുടിച്ചിട്ട് പോയാ പോരായിരുന്നോ? വേണ്ടതേ, ഇങ്ങനെ കുടിച്ചാ. ആ കുടിച്ചോന്നോ? ആ ചിപ്സ് നല്ല ചിപ്സ് അവിടെ. ചിപ്സ് നല്ല സ്മൂത്താ. അങ്ങനെ ഉമ്മ വെച്ചാ കാണില്ലടാ, കട്ടായി പോയി ചേട്ടായി പറഞ്ഞു. കാണാം. കാണാൻ പറ്റുണ്ടോ? ഞാൻ വേണമെങ്കിൽ പിടിക്കാൻ കയറി വരാം. നമുക്ക് പോണ വഴിക്ക് ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉണ്ടെങ്കിൽ ഒരെണ്ണം മേടിച്ചാലോ? ഷോപ്പൊന്നും മേടിക്കാം. ഓൺലൈൻ മേടിച്ചാൽ മതി. ഇലക്ട്രിക് ഷോപ്പ് നമുക്ക് ഓൺലൈൻ ചെയ്യാം. എനിക്കൊരു ഇത് മേടിച്ചിടാൻ കൊണ്ട് വന്നു. സ്പീക്കർ ഞാൻ ഓൺലൈൻ മേടിക്കട്ടെ എന്ന് പറഞ്ഞാലേ നല്ലൊരു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതാ ഉണ്ണി ഇപ്പൊ ഇന്നലെ പറഞ്ഞേ. ഏതാ? ഹെഡി വെക്കുന്നത്. അതെങ്ങനെ ഉണ്ടാവുന്ന വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റും. നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ചുള്ള ശീലമില്ലല്ലോ. അല്ല, ഓൺലൈൻ മേടിക്കണ്ട, അതന്നെ മേടിച്ചു കഴിഞ്ഞാലേ. അപ്പൊ അച്ഛൻ മേടിക്കണ്ടെന്ന് കുറച്ചു ഓൺലൈൻ മേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ഇലക്ട്രിക് ഷോപ്പിൽ മേടിക്കണ്ടെന്നല്ലേ അച്ഛൻ തൊട്ട് മുന്നേ പറഞ്ഞേ. അല്ലെ, മൈജിന്ന് പോയി മേടിച്ചോ? അങ്ങനെ നമ്മള് ഇപ്പോ പെട്രോൾ പമ്പില് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. നോക്ക് അവിടെ കാണിക്കാം അവിടെ കാണിക്കും. 2000 വേണ്ട, 1000 അടിച്ചേക്കുന്നത്. ഓക്കെ. ഇവിടെ ഒരു കിടിലം വീടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ഒരു കുളവും കുളത്തിന്റെ മുന്നിൽ ഒരു വഞ്ചി കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ ആരും അല്ലെ വീടല്ല, ആ കുളവും ആംബിയൻസ് അടിപൊളിയാണ്. പക്ഷെ ആ വഞ്ചി അവർ അനക്കാറില്ലെന്ന് തോന്നുന്നു. കാരണം ആ കുളത്തിനൊരു ഇതായിട്ട് കിടക്കുന്നില്ല. അതുപോലത്തെ വലിയ വീടോ? ഉദയ ലൈബ്രറി. അതെവിടെയാ? ഉദയ ലൈബ്രറി. പ്രകാശ് സാറ് സ്ഥലം കൊടുത്താട്ടോ നമ്മുടെ മാലിയിലെ പ്രകാശ് സാർ തൊടുപുഴ നമ്മുടെ ലാബ് ഇത് കൂട്ട് നടന്നില്ലടാ ലാബ്. സാറിന്റെ വീടാ തൊട്ട് പറയില്ല. അവര് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലത്താണ് ഉദയ ലൈബ്രറി പണിതേക്കണത്. നമുക്കൊരു റിട്രീവറിനെ മേടിക്കണം. ലാബിനെ മേടിക്കണ്ട, അതിന് ഇത്ര നേരം ലാഭായിരുന്നല്ലോ. ഗോൾഡൻ റിട്രീവർ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ, ലാഭൊന്നും അല്ല. അത് മതി, ലാബിനെ മേടിക്കണ്ട. നമുക്ക് ഗോൾഡൻ റിട്രീവറിനെ മേടിച്ചാൽ മതി. ലാബ് സ്കൂൾ കാട്ടും. സ്കൂളിന്റെ മുന്നിൽ കൂടെ പോണോ? വഴി കൂടെ തന്നെ അരിക്കുഴ. എടാ ബസ് ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ വന്ന് ബസ് ഇറങ്ങും. പഠിച്ചോണ്ടിരുന്ന സ്ഥലം, പഠിക്കാൻ വന്നോണ്ടിരുന്ന സ്ഥലം, പഠിക്കാൻ വന്നോണ്ടിരുന്ന സ്കൂള് അരിക്കുഴ. ഇതാണ് ഉണ്ണിയുടെ സ്കൂള്. 2 വർഷം പഠിച്ചോളൂ കേട്ടോ ഇവിടെ. അതോടുകൂടി മതിയായി. 2 വർഷം പഠിച്ചോളൂ, അതോടുകൂടി മതിയായി. ഉണ്ണിനെ വിളിക്കാൻ എത്ര വട്ടം ഞാൻ വന്നേക്കുന്ന ഈ സ്കൂളില്. പഠിക്കാൻ വിട്ട സ്കൂളായിരുന്നു കാര്യം പറഞ്ഞ. നല്ല പാഠം പഠിച്ചു. ഇനി ഇങ്ങനെ സ്കൂളിൽ പഠിക്കണെന്ന് പഠിച്ചു. ഈ ഫ്രണ്ട് അടിക്കാൻ നല്ല വഴി. ഓണോയ്ക്ക് കുതിരനെ കാണാം. കിച്ചുനെ മനസ്സിലായി കൈ ബ്ലോഗറാണ്. നിന്റെ മോന്തോലോ സബ്സ്ക്രൈബർ ആണ്. ടാറ്റ കണ്ടു വെച്ചായി. തൊടുവേലുള്ളവരെല്ലാവരും നമ്മളെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. യൂട്യൂബറാന്ന് മനസ്സിലായി ഗൈസ്. തൊടുപുഴയിലെ മുഴുവൻ ജനസംഖ്യ 1573 1573 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഒരു വാർഡില് 1000 അങ്ങനെ 10 വാർഡുണ്ട്. അമ്പലം നല്ല രസമുള്ള ഒരു അമ്പലം. നല്ല ഫ്ലേവർ. അവരെ വീഡിയോ എടുത്തോട്ടാ. വേണ്ട ചിലപ്പോ അവന്മാർക്കല്ല, എന്റെ ഹെൽമെറ്റ് ഇല്ലാണ്ടാണല്ലോ. അച്ഛൻ മാത്രം ഹെൽമെറ്റ് ഉണ്ടോ? വണ്ടിയുടെ ഇത് കിഷോന്റെ യൂട്യൂബ് നേരെ അല്ല. നേരെ സോറി അതൊരു സബ്സ്ക്രൈബേഴ്സ് നമ്മള് ചക്കിപ്പാറക്ക് പോണ വഴിയാ. കൈ പൊക്കി കാണിച്ചിട്ട് പോയത്. ഇപ്പോഴേക്ക് ഇനി സബ്സ്ക്രൈബേഴ്സിനെ കാണാം. നമുക്ക് സെറ്റ് ചെയ്യാം. ആനടിക്കുത്ത് തൊമ്മൻകുത്തിന്റെ അടുത്ത
ഒരു സ്ഥലം ഏകദേശം അടുത്താണ്. ഏകദേശം അടുത്താകുമ്പോ അവിടെ രണ്ട് സ്ഥലത്ത് ഏകദേശം അടുത്ത്. അമ്മ പോയിട്ടുണ്ടോ? നല്ല രസാ. അമ്മക്ക് ഇതുവരെ പോയിട്ടില്ല. അമ്മ ഇതുവരെ പോയത് തമംഗത്തൊക്കെ നമ്മുടെ അടുത്താ, എന്നിട്ടാ പോയില്ലേ? തായ്ലാൻഡ് അടുത്ത കൊല്ലം. ഞങ്ങൾ അടുത്ത വർഷം തായ്ലാൻഡ് പോണ ഗൈസ്. നമുക്ക് കാറിൽ നമുക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ഇച്ചിരി ലോങ് പോകണം. പുറത്ത് പോയിട്ട് അതിന് കൊണ്ടോണേ. ഞാൻ പുറത്ത് പോകുന്നില്ല. ചുമ്മാ ഒന്ന് കാണാൻ. നന്ദനെ അവിടെ പോയ ഒരു സ്ഥലത്ത് നിന്ന് കളിക്കുന്നത്. എവിടെയാ? അവിടെ അയ്യോ, പാട്ട് പ്ലേ ഇല്ല കേട്ടോ. ഇല്ലില്ല. എനിക്ക് മനസ്സിലായി ഇപ്പൊ. ഏതോ പറമ്പി മറ്റേ കല്ലിന്റെ ഇടയിൽ പോയിട്ട് ഇരുന്നിട്ടല്ലേ കൽക്കൂട്ടത്തൊക്കെ പാറവിടെ പോയി. ആ മറ്റേ ആ പുഴയാന്ന് തോന്നുന്നു. വനത്തെ ആ ത്രിവേണി സംഗമം അന്തര ചേച്ചി വിളിച്ചായിരുന്നല്ലോ. അപ്പൊ ത്രിവേണി സംഗമം അല്ലടാ ഉണ്ണി പറഞ്ഞേ? ത്രിവേണി സംഗമം എന്നല്ലേ പറഞ്ഞേ? ആ ഞാൻ കേട്ടില്ലടാ. നമ്മുടെ ജേക്കബ് ടീച്ചറില്ലേ? ഒരുപാട് ആളുകൾക്ക് സ്ഥലമാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ വരുന്നത്. എന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ട് വണ്ടിയൊക്കെ വെച്ച് പടമൊക്കെ എടുത്തിട്ടുണ്ട്. ജാക്കോബ്സിന്റെ ഫ്രണ്ടില് ബുള്ളറ്റ് അല്ല ഞാനിവിടെ നമ്മളിവിടെ നിന്ന് ഞാനും ഉണ്ണിക്കുട്ടനും യാത്ര പോകാനായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് ബുള്ളറ്റ് കയറ്റി വെച്ചിട്ട് ഈ നടയിലേക്ക് ഇരുന്ന് അല്ല അച്ഛൻ തിരിച്ച് ബസ്സിനും പോകാതെ. സ്കീം പരിപാടി. അതെന്തിനാ? പടം എടുക്കാനാ? അല്ല ഞാനും കിച്ചു അടുത്ത ദിവസം കാരണം ഏത് പോയി കിച്ചേട്ടയുടെ കട ആളുണ്ടടാ. അച്ഛാ കട കിച്ചുവിന്റെ കടയിൽ അച്ഛാ പോയിരിക്ക. ഉണ്ണിക്കയുടെ കടയും സ്കൂളും കൂടെ മങ്ങാട്ട് ആവില്ല. ഞാൻ പറഞ്ഞ സാബുവിന്റെ തങ്കന്റെ അതുപോലത്തെ ഡയലോഗ് ഞാൻ ചൊല്ലിയതല്ല. സാബു അതെന്നായിരുന്നു പാട്ട്? അപ്പൊ മേറ്റ്സ് നമ്മള് നമ്മുടെ വെല്ലിയാന്റിയുടെ വീട് എത്തിയിട്ടുണ്ട്. സേച്ചട്ടി വന്നു, വെന്നി കിടപ്പുണ്ട്. പിന്നെന്താ നമ്മുടെ നിഹാരക്കുട്ടി ഉണ്ടാവും ഇതിന്റെ അകത്ത്. കുഞ്ഞാണ്ടി എത്തിയിട്ടില്ല. കുഞ്ഞാണ്ടി മറ്റേ മൂലമറ്റത്ത് പോയിരിക്കാണ്. മൂലമറ്റത്ത് പോയിട്ട് തിരിച്ചെത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ, വീഡിയോ കട്ട് ചെയ്യണ്ട, അല്ലാണ്ട് ഇറങ്ങിക്കോ. അതിനുശേഷം അജിക്കുട്ടൻ അവിടെ പായസം വെച്ചത് കേട്ടോ. അവിടെ ഒരു 5 വീട്ടിൽ കത്തിച്ചാൽ മതി. പിന്നെ ഈ സാധനം നമ്മളെ പൊട്ടാതെ നോക്കണം. അവിടെ മങ്ങാട്ടുകലയിലെ കടയൊന്ന് പുതുക്കി പണിതാർന്നേ. അതിന്റെ കുറെ വേസ്റ്റുകൾ ഉണ്ടാവും. അത് വീട്ടിൽ കൊണ്ട് കത്തിച്ചിട്ട് ഒരു ചാക്കിനകത്ത് ഇറങ്ങണം. ഓരോ ചാക്ക് കൊണ്ടിടും. അപ്പൊ ലാസ്റ്റത്തെ ഒരു ചാക്ക് കമത്തിയതാ. പൊടി ഉണ്ടായിരുന്നു. ആ പൊടി എല്ലാം കൂടി ഇവിടെ മറ്റേ കയറി ഓടിപ്പോയി വെള്ളം പൈക്ക് ഇതൊക്കെ തുറന്നു കിട്ടി. ഞാൻ പറഞ്ഞ ഈ ആളെന്ന് വെച്ചാൽ ഞാനൊരു ട്രിപ്പ് ഇട്ടപ്പോ അങ്ങനെ ആളിയതാ ഞാൻ കണ്ടത്. അതുകൊണ്ട് ഞാൻ പതിയെ വിട്ടിട്ട് ഞാൻ തോണ്ടിയിടുവായിരുന്നു. രണ്ടാമത്തെ മടക്കാൻ പറഞ്ഞു. മാമാവൻ പറഞ്ഞിട്ട് അതേപോലെ അങ്ങ് മടക്കാത്തോണ്ട് ഇഷ്ടപ്പെട്ടുമില്ല. നല്ല പോലെ അങ്ങ് മടക്കാൻ പറഞ്ഞു. എന്നിട്ട് അമ്മാവൻ പറഞ്ഞു ഇവിടെ ഒറ്റ എന്റെ കൂടെ നല്ല തീയാണ് പറഞ്ഞാൽ ഈ ആളെന്ന് ഞാൻ പറഞ്ഞ എന്നുവെച്ചാൽ പതിയെ തട്ടിയിട്ട് അങ്ങ് നീക്കിട്ടായിരുന്നു. അല്ല തീ അങ്ങനെ ഇങ്ങനെ ഒറ്റ ആളാടേ ഉള്ളൂ. അപ്പഴത്തേക്കും ഓടി മാറിയില്ലേ. ഞാനും ഉണ്ട് ഇപ്പറ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ഓടി മാറി. പക്ഷെ അപ്പം രോമം ഉള്ളതുകൊണ്ട് വേഗം അങ്ങനെ എന്നുവെച്ചാ അവിടെ കത്തുന്നെങ്കിലും ഇവിടെ കൊണ്ട് കിട്ടുമ്പോഴത്തേക്കും ചടി 3 പ്രാവശ്യം കത്തന ആക്ട് ചെയ്തു. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. അച്ഛാ ഞാൻ വിശേഷം. ഹാപ്പി വിഷു. ഫുൾ വ്ലോഗ്. ഹായ്, ഹാപ്പി വിഷു. ഇതെന്നത് ഹാപ്പി വിഷു. വലിയ ഹാപ്പി വിഷു. പെണ്ണെന്തേ ഉറങ്ങാണോ? ഹാപ്പി വിഷു. വിഷു കഴിഞ്ഞിട്ടും കൂടെ വേണ്ട, വെറുതെ വിഷു മാത്രം മതിയോ? വാട്സപ്പിലായിരിക്കും. കളപ്പ ഹായ്. എനിക്ക് പേരിട്ടില്ല.
ഹായ്. എല്ലാവരും കൂടി ഇരുന്ന് ചോറിന് ഫോട്ടോ എടുക്കും പിള്ളേടെ. അതെങ്ങനെയാ കാണിക്കുന്നതെന്ന് കാണിച്ച് ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. അതിന് ചിരിച്ചേ. എടുക്കാനാ നോക്കും ടാറ്റാ ടാറ്റാ പോട്ടെ പോട്ടെ ഉച്ചല്ലോ വണ്ടി കയറില്ലോ പോക്കാ വണ്ടിയില് എന്റെ ഫോണാണല്ലോ. അവന്റെ കാലിൽ ഇപ്പൊ തൊടാത്ത അവന്റെ കാലിൽ തൊട്ട് കോമള പൊട്ടിക്കുകയും ചെയ്യും. അറിയുന്നല്ല എടുക്കാൻ പറ്റില്ല. അതെ അറിയാം അതൊക്കെ അറിയാൻ കൊച്ചിന്. ഞാൻ പറഞ്ഞോണ്ട് പണ്ട് എടുക്കാത്ത എവിടെയെങ്കിലും പോണെങ്കിൽ നിനക്ക് സമയത്തെത്തൂല. എത്ര മണി? അവിടെ പെരുമഴ 2 മണിക്ക് തുടങ്ങിയ പെരുമഴയാന്ന്. അങ്ങനെ കണ്ടിരിക്കൂടാ. നമ്മുടെ ഒന്നും സ്വാദില്ല. ഇപ്പൊ നമ്മളാണെങ്കിൽ പാമ്പാക്കൂടെ പോയി അവിടുന്ന് ഉച്ചയൂണെല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ പെരുമ്പാവൂര് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ വീട്ടിലോട്ട് പിന്നെ പെരുമ്പാവൂരല്ലേ പോകുന്നുള്ളേ. പുല്ലുവഴിയിലാണോ? ആദ്യം ഉണ്ണിക്കുട്ടനും അപ്പുച്ചേട്ടായും സച്ചുവും അച്ചുചേട്ടായും ഒക്കെ സിനിമ കാണാൻ പോണേ. അച്ചേട്ടായി വീട്ടിലായിരിക്കും. ബിന്ദുമ്മയുടെ അടുത്ത് കയറിയിട്ട് പോവാം. തിരിച്ചു വന്നാണെങ്കിൽ ബിന്ദുമ്മയുടെ അടുത്ത് കയറാം. അതായിരിക്കും രാത്രിക്ക് മുന്നേ വിശേഷം അവിടെ നിന്ന് ഇറങ്ങി വേണം. 4 മണിക്കൂറൊക്കെ അപ്പൊ നമ്മൾ ആദ്യം നേരെ നമ്മുടെ മുളങ്കുഴിയിലേക്കാണ് പോവാ. അതിന് മുന്നേ ഉണ്ണീനെ ഒന്ന് ചവിട്ടാനുണ്ട്. അതിന് ശേഷം നമ്മള് തിരിച്ച് നേരെ പുല്ലുവഴിയിലോട്ട് പോകും. പുല്ലുവഴിയിലോട്ട് പോകും. അല്ല, നിന്നെ അവിടെ ചവിട്ടിയിട്ട് ഞങ്ങളാണെങ്കിൽ മുളങ്കുഴിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് മുളങ്കുഴിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്ന കഴിഞ്ഞ് പുല്ലുവഴി വീട്ടിൽ കയറും. ഇവരെല്ലാവരും കൂടി സിനിമയ്ക്ക് പോകുന്നോണ്ട് ഇവരെ ഒന്നും വ്ളോഗിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല ഗൈസ്. നല്ല മഴയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ. അമ്പലം കാണിക്കടാ. ഈ അമ്പലത്തില് നമ്മുടെ അമ്മയുടെ അരങ്ങേറ്റം നടന്നിരുന്നു. അമ്മയുടെ കുട്ടികളുടെ കേട്ടോ. അമ്മയുടെ കുട്ടികളുടെ ആണോ? ഇവിടെ വേണ്ടേ നമ്മളങ്ങനെ അച്ചുചാട്ടയുടെ വീടിന്റെ അങ്ങോട്ടേക്ക് എത്താറായി തിരിയുവാണ്. പുള്ളി നമ്മുടെ കൂടെ വരുവാണോ? ബാറിന്റെ അവിടെ PKV റോഡാണ്. നിങ്ങളെ മുൻ മുഖ്യമന്ത്രി PKV അച്ഛനെ വേണ്ടേ? നിങ്ങൾ തിരിച്ചു വരാൻ നേരത്തെ PKV റോഡ്. നിങ്ങൾ എമ്പുരാൻ കണ്ടില്ല, പോയി എമ്പുരാൻ കാണുന്നത്. അത് ഞങ്ങൾ ആലോചിച്ചു. ടിക്കറ്റ് ഫ്രീ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണാൻ പോകും. ടിക്കറ്റ് എടാ, മുൻ മുഖ്യമന്ത്രി PKVയുടെ വീട് കാണിച്ചു കൊടുക്കും. ഇവിടെ ഈ വീടാണ്. ഈ റൈറ്റിലല്ലേ? ഇതില്ല, അല്ല, ഇത് അമ്മച്ചിയുടെ സാറിന്റെ ചേട്ടന്റെ വീട്. ചേട്ടന്റെ വീട്. സിന്ധു ടീച്ചറിന്റെ വീട്. വീട് ഇതാ. അല്ല ഇതല്ല, ഇത് കഴിഞ്ഞപ്പോ നിങ്ങൾ എന്ത് ഇതല്ലടാ കുഞ്ഞ. അത്ര വലിയ അത് കാട്ടിപ്പോ അതെ നിങ്ങളെ പറഞ്ഞല്ലോ. അതേ വീടാ സാറിന്റെ വീട്. ഈ വീടോ? പുതിയ വീടല്ലേ? ആ നേരെ കാണുന്ന വീടാണോ? ഇത് അങ്ങനെ പറഞ്ഞ പോലെ. ഇതോ? ഇതാ ലെഫ്റ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ഇതല്ലല്ലോ, കനി വന്നോ? നിങ്ങൾ എന്തേലും വീട് കഴിഞ്ഞു. ഗൈസ്, നിങ്ങൾക്ക് കാണാനുള്ള യോഗമില്ല, ഇവർക്ക് അറിയില്ല. അതാ വീട് കഴിഞ്ഞു. ആ വീട് കഴിഞ്ഞ് ഒത്തിരി PKVയുടെ വീട്. PKVയുടെ ഇതാണ് PK രാംദാസ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാവേ PK വാസുദേവൻ. അത് അവരുടെ വീട് ഇതാ. ഇത് ആ ഇത് തന്നെ അത് തന്നെ അച്ചോട്ടെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ.
ഇത് നല്ല കിടക്കാച്ച പാടാണ്. ഇത് നല്ല അടിപൊളി പാടം. ഈ പാടത്തിൽ നിന്നോണ്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ ഇവിടെ പിൻ ചെയ്യാം കേട്ടോ, കാണിച്ചു തരാം. പാടം കാണിക്കട്ടെ. കൊക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ പാടത്തിൽ. വെരി നൈസ്. ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്, പാനേക്കാവ് ഭഗവതി ശാസ്ത്ര ക്ഷേത്രം. ഇവിടെ A1-ന്റെ പ്രൊഡക്ഷൻ ഹൗസ്. അച്ചാട്ടർ ടീംസ് ആണ്. നീ എവിടെയാ? ഞാൻ എവിടെ ഉണ്ടാ പെരുമ്പാവൂർ. പെരുമ്പാവൂരെന്ന് പറഞ്ഞ ഭായിമാരുടെ ഇവിടെ പാലം വലുതായിട്ടോ വരാൻ പറ്റാത്ത ഇവിടെ വന്നിട്ട് പകുതിയിൽ ബ്ലോക്ക് ആയി തിരിച്ചു. എന്താണ്? അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അതെ അതെ, അതാരാന്നോ? അതല്ല, ബിന്ദുമ്മയുടെ വീട്ടിലേക്ക്. അച്ചുചേട്ടനെ വിളിച്ചു. ഉണ്ണിനെ പറ്റി എവിടെ നിന്ന് കൊണ്ടുപോകാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. തിരിച്ചു വിളിച്ചു. അച്ചുചേട്ടന് അപ്പൊ അച്ചുചേട്ടൻ എടുക്കാത്തോണ്ട് നമ്മളിപ്പോ നേരെ വീട്ടിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അച്ചുചേട്ടൻ ഇവിടെ കണ്ടെത്തി പന്ത് കളിക്കുന്ന പിള്ളേരാണ്. ഇപ്പൊ അവിടെ എത്തുമ്പോ യഥാർത്ഥ ബായി ഇറങ്ങി വരും. നാട്ടുബായി. അപ്പൊ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളു. നമ്മൾ ആ കേറി വന്നിട്ട് വിഷ്വൽ എടുത്തോണ്ടിരിക്കുക. അവിടെ ചെല്ലുമ്പോ അച്ചുചേട്ടൻ ഉണ്ടാവും, അമ്മു ചേച്ചി ഉണ്ടാവും, ബിന്ദുമ്മ ഉണ്ടാവും, വെല്ലിച്ചനും ഉണ്ടാവും. യെസ് അല്ല പിന്നെ മുത്തശ്ശി അവിടെ ഉണ്ടാവും. ഇവിടുത്തെ അതേ വീണ്ടും വീണ്ടും ഇവിടെ ദോസ്തേ. നല്ല ഈ വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മഴ നനഞ്ഞ് അതെങ്ങനെ താന്നേ. നമ്മൾ അച്ചുചേട്ടന്റെ വീട് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ആ കാണുന്നതാണ് നമ്മുടെ അച്ചുചേട്ടന്റെ വീട്. നീ എങ്ങോട്ടേ പോണേ? പൊട്ടല്ലേ വീട്? ആ വണ്ടി പോട്ടെ. നീ എന്നാ പൊട്ടനാടാ? ആ വണ്ടിക്കാരൻ പേടിച്ചു. അല്ല, അവരുടെ വീടാ. ഹായ്, ഹാപ്പി വിഷു. അയ്യോ തിരിഞ്ഞു. അല്ല, ഇത് നമ്മുടെ വ്യൂവേഴ്സും കാണട്ടെ. ബിന്ദമ്മയുടെ കൃഷി ബോഡി കമത്തിയതാ. നിറയെ പൊടി ഇങ്ങോട്ട് കേറിയിട്ട് അങ്ങോട്ട് നിന്നുപോയി. കുറേശ്ശെ എല്ലാ ദിവസവും അപ്പൊ കേട്ടില്ല. ഹോസ്പിറ്റലിൽ പോയില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കും. മോട്ടർ അല്ല, പൈപ്പ് തുറന്ന് വെള്ളം ഇങ്ങനെ ഒഴിച്ച് ശരിയാക്കി. പിന്നെ മരുന്ന് ഒരു ഓയിൽമെന്റ് ഉണ്ടായിരുന്നു. ക്യാച്ചിങ് ഇല്ല ബോക്സിൽ. ഇടി പേടിച്ചോളുക. കഴിഞ്ഞു പോവാണോ? ഇത് മറ്റേ റാമിലായിട്ട് കേറാൻ പോണവരുണ്ടല്ലോ. വീട് മുഴുവൻ പൂക്കളാ. വീടൊന്ന് കാണേണ്ട കാര്യമാണ്. അല്ല, കിച്ചു അതൊന്ന് കാണണ്ടേ വെച്ചാൽ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവര് ഇതെല്ലാം ചെയ്തതാണ്. അത് വെളിയിലെ ചെടികൾ പറ്റി കാര്യങ്ങളാണ്. അകത്ത് മൈക്ക്, റെക്കോർഡിംഗ് സ്റ്റുഡിയോ സന്തോഷിയുടെ പോലത്തെ മൈക്ക് സംവിധാനങ്ങളും എല്ലാം, സ്പീക്കറും മറ്റെല്ലാം റെക്കോർഡിംഗ് സ്റ്റുഡിയോയും മറ്റു സാധനവും ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കും. അപ്പൊ അത് ഇതിനു വേണ്ടി പ്രൊമോഷൻ കൊടുക്കുന്ന പോലെ ചെയ്ത് വീഡിയോ എടുക്കും. ഞാൻ അതിനു മുമ്പ് കയറി താമസത്തിന് പോയിട്ടുണ്ട്. കുഞ്ഞു വീടാ. അപ്പൊ അന്നും ഇത്ര അലങ്കാരങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇത്രയ്ക്ക് തുടങ്ങിയിട്ടില്ല. ഇന്നലെ ചെന്നപ്പോഴാണ് കാണേണ്ട സംഭവം. എന്തോ ചെയ്തിട്ട് അവിടെ എല്ലാം കൃഷി ചെയ്യാനാണ് മേളില്. ഇതും കൂടി മേളേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അല്ല, ഈ ഭിത്തിയുടെ ഇപ്പുറത്തേക്ക് വീടുള്ളൂ. അത്രേ ഉള്ളൂ. ഈ ഭിത്തിയുടെ ഇത്രത്തേക്ക് ഉള്ളൂ. ഞാൻ അഡോളസെന്റ് സീരീസ് കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫ്ലാഷ്. ഹാപ്പി വിഷു.
എനിക്ക് കിട്ടി. ചേച്ചി അതുകൊണ്ടാണ് സെലിബ്രിറ്റി ആവാൻ പറ്റൂല. ഓഫ് ചെയ്തു. എടുത്തോ. തൊട്ടെഴുതോ അടിച്ചു പോയിട്ടില്ല. സേഫായിട്ട് അമ്മ പറമ്പിൽ പണിയാൻ പോയോ? ഇതന്നെ അവിടേക്ക് വലുപ്പം നീട്ടം കൂട്ടിയോ? ഇതന്നെ അവിടെ വലുപ്പം കൂട്ടിയോ? അവിടെ സ്ഥലം മേടിച്ചു. ആണോ? ആ കാല് കഴുകുക, കൈയും ആ വെള്ളം. കാല് ഇവിടുത്തെ മഴവെള്ളമാണ്. ഇത് എവിടെ വെള്ളമുണ്ട്? ആ മേലെ നമ്മള് വർത്തമാനം പറയാനുള്ളൂ എന്ന് ചോദിച്ചിട്ട് നമ്മള് വർത്തമാനം പറയാനുള്ളൂ എന്ന് ചോദിച്ചിട്ട് ഞാൻ മേലെ പറഞ്ഞോട്ടേക്കാം. നിനക്ക് വേണ്ടല്ലോ? വേണ്ട വേണ്ട ചേച്ചി, വേണ്ടെന്ന്. എന്നാ മാമ്പഴ പിടിച്ചു കുടിക്കണം. നിനക്ക് പിടിച്ചു കുടിച്ചാണ് ടേസ്റ്റ്. ആ ഇവര് ഭയങ്കര യൂട്യൂബേഴ്സാണ്. ഇറങ്ങുവന്ന് ഞാനല്ല പോവാന്ന് പെട്ടിയമ്മയുടെ അടുത്തും കൂടി കേറിയിട്ട് വേഗം പോണം. നാളെ രാവിലെ തന്നെ കട വണ്ടി മൂവ് ചെയ്യുന്നു, വണ്ടിക്കകത്ത് ഇവരുടെ വർത്താനം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവര് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോ ക്യാമറമാൻ ആദ്യം ഇറങ്ങുന്നു, കൂടെ ബാക്കിയുള്ളവർ ഇറങ്ങി പോകുന്നു. എന്നിട്ട് പിന്നെ മറ്റേ സ്റ്റേഷന്റെ അകത്തെ കാര്യങ്ങള് അതില് ആ ചെറുക്കനൊരു 3-4 മിനിറ്റുള്ളൊരു ആക്ടിങ് ഉണ്ടെന്ന് പറയണ്ടായിരുന്നല്ലോ. 4 മിനിറ്റ് അതിനകത്ത് എല്ലാവരുടെയും ഭയങ്കര നീട്ടമുള്ള ഡയലോഗുകളാ. അവരിപ്പോ ഫ്രീ ആയിട്ടായിരിക്കും പറയുന്നത്. ചിലപ്പോ അവരോട് പറഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ കോട്ടെ ബൈഡാ 100 ഗൂഗിൾ പേ. ഞാൻ പറഞ്ഞല്ലോ ഒരു മെയിൻ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ബ്ലോഗ് ഇട്ടതില് അങ്ങനത്തെ ഒരു 4 മിനിറ്റ് ആക്ടിങ്. ആ ചെറുക്കൻ്റെ ഒരു 5 സീനുണ്ട്. അതില് വേർപ്പ് വെള്ളം കിട്ടിയത് അതുകൊണ്ടാണോ ലൈവ് അല്ലേ? അമ്മേടെ കിച്ചണിലാണ് വിഷയിലായിരുന്നു. 30 രൂപ ഇനി അച്ഛനെ അമ്മനെ എന്തോ ചെയ്യുന്നു കൈസ്. വെള്ളിയാഴ്ച പോണേ? വ്യാഴാഴ്ച പോണല്ലോ. വെള്ളിയാഴ്ച എങ്ങോട്ടാ പോണേ? ഞാൻ പറഞ്ഞ അന്നാ ബുധനാഴ്ച വെള്ളിയാഴ്ച ഈസ്റ്റല്ല, ദുഃഖ വെള്ളിയാ. കഴിഞ്ഞ ദിവസം ഞങ്ങള് നേരെ കാഞ്ഞിരപ്പള്ളി പമ്പ അതിലും അങ്ങോട്ട് ഞങ്ങള് തിരുവനന്തപുരം എപ്പോഴും പോവും, ഇങ്ങ് പോകുന്നില്ലല്ലോ. തിരുവനന്തപുരം കന്യാകുമാരി വരെ. 13 ലക്ഷം. അതെ, അട്ടാകുമ്പോൾ നമ്മൾ ശരിക്കും വരുമാനമുള്ളവരാണ്. വരുമാനം ഇപ്പഴേ വന്നു തുടങ്ങും, പക്ഷെ എന്റെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല, അതുകൊണ്ടായിട്ടില്ല. 6 രൂപ കിട്ടി. കഴിഞ്ഞ ദിവസം 4 ലക്ഷം പേര് ഒരു വീഡിയോ കണ്ടു. ഓക്കെ ബൈ ഗൈസ്, ബൈ ബൈ. ഇന്നലെ മിനിഞ്ഞാന്ന് ബൈ. രാത്രി വിളിച്ച് കരയാൻ. നീ ഇറങ്ങി വാങ്ങിക്കോട്ടെ. തുറന്നേക്കല്ലേ? ചക്കപ്പല്ല ചേച്ചി, ചക്കയുടെ ഇല്ലേ, ചക്കട. അയ്യോ അത് ഓക്കെ ബൈ ഗൈസ്.
ചക്കയുടെ ഉണ്ടാക്കാൻ ഇലയില്ലല്ലോ, അപ്പൊ ഞങ്ങള് ചുമ്മാ പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് അതിനെന്നാ ഗൈസ് നമ്മൾ വിജയമ്മ എടുത്തെത്തി, പക്ഷെ കറണ്ട് ഇല്ല, ഫുൾ ഇരുട്ടാണ് ഇവിടെ. വണ്ടി പോകുന്നത് അറിയില്ല. No worries. The dogs are very friendly. പ്രാർത്ഥിക്കുവാണോ? അതിന് പ്രേതമാണോ നമ്മൾ വിളിച്ചേ? ഉറങ്ങുമായിരുന്നോ? ഉറങ്ങിപ്പോയോ എല്ലാവരും? ഹാപ്പി വിഷു. വെല്ലടിച്ചാ നല്ല ഫ്ലാഷ് അടിക്കില്ല. നല്ല ഹായ് അമ്മാമ, ഹാപ്പി വിഷു. ഈ ഒരു എടുത്ത് മാത്രമാണോ ഉള്ളൂ? അത് കാണാൻ പറ്റില്ല. ബ്ലോക്ക് ആയതുകൊണ്ട് ഇപ്പഴത്തേക്ക് ആ പള്ളി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് അല്ല ബ്ലോക്ക് ഉണ്ടായോ? ഒരു ബ്ലോക്കിന്റെ കുഴപ്പമില്ല. അല്ല, നമ്മള് വന്ന വഴി തന്നെ പോണോന്ന് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല, വേണ്ട. ഓക്കെ ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്, ഹാപ്പി വിഷു. ബീച്ച് കയറും, പള്ളിയിലെ അമ്പലത്തിന്റെ പരിപാടികൾക്ക്. വണ്ടി ഇവിടെ ഇടാൻ, അങ്ങോട്ട് കൊണ്ട് ഇടാൻ പറ്റില്ല. ഇവിടെ ഇടാൻ സ്ഥലമില്ല. ഇവിടെ നോ പാർക്കിംഗ് റിബൺ കെട്ടിയേക്കുന്നു. ഇനി ആരെങ്കിലും അവിടെ വണ്ടി എടുക്കുന്നുണ്ടോ? ഈ വണ്ടി എടുത്തോണ്ട് പോകാനുള്ള. ഇവിടെ അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ നമുക്ക്? വണ്ടികളല്ലേ. വണ്ടി എടുത്തോണ്ട് പോണവരും എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ കയറ്റിയിടായിരുന്നു. അവിടെ ഇടണോ? ഇടാൻ വേണ്ടി ബാക്കിൽ ഗൈസ്, അങ്ങനെ ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. നമ്മൾ യാത്രയെല്ലാം കഴിഞ്ഞ് മടങ്ങിയെത്തി. ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയുള്ളൂ. ഇതെന്താ? ഓക്കെ, അങ്ങനെ നമ്മുടെ യാത്രയ്ക്കെല്ലാം ശേഷം നമ്മളിപ്പോൾ മടങ്ങി വീട്ടിൽ വന്ന് കയറി. അപ്പോൾ എന്താണേലും വീഡിയോ മുഴുവൻ കണ്ടവരെല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഓക്കെ. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.